ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുടയിൽ ടൗണിൽ നമുക്ക് ഈ കാണുന്ന ഒരു 12.5 സെൻറ്റ് സ്ഥലവും ഈ വലിയ വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. അടിപൊളി വീടാണ്, നല്ലൊരു ഏരിയയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു വീട്. ഓക്കെ, മിറ്റൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല റിച്ച് ആയിട്ടുള്ള വീടാണ് കേട്ടോ. പടിഞ്ഞാട്ടാണ് വീടിൻ്റെ ഫേസ് വരുന്നത്. 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റും ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വീട് കേട്ടോ. കണ്ടില്ലേ, നല്ല പൂന്തോട്ടവും. ഇവിടെ നല്ലൊരു പട്ടിക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടോ. അപ്പോൾ നല്ലൊരു വീടാണ്. പിന്നെ അതുപോലെ പരിസരവും നല്ലൊരു ഏരിയയാണ്. ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ, ഇനി വീടിൻ്റെ അകം കാണാം കേട്ടോ. കയറി വരുന്ന സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് വരുന്നു കേട്ടോ. ഇത് ലിവിങ് റൂം. ലിവിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് വരുന്നത് കേട്ടോ. ഡൈനിങ്ങിൻ്റെ സ്പേസ്. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് സ്റ്റെയർ പോകുന്നുണ്ട് മുകളിലേക്ക്. ഇതിന് ടോട്ടൽ 3 ബെഡ്റൂംസ് ഉള്ളത്. സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ടെങ്കിലും ബെഡ്റൂംസ് കുറവാണ്. 3 ബെഡ്റൂംസാണ് വരുന്നത്. എന്നാൽ നല്ല വലിപ്പമുള്ള നല്ല ബെഡ്റൂംസുകളാണ് വരുന്നത് കേട്ടോ. 2 ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള വലിയ ബെഡ്റൂംസുകളാണ്. പിന്നെ ഇവിടെ ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. ഗീസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല മിററും ഒക്കെ ഉണ്ട്. പിന്നെ താഴ്ഭാഗത്ത് വരുന്നത് എന്നിട്ടാണെന്ന് വെച്ചാൽ കിച്ചനാണ് വരുന്നത് കേട്ടോ. കിച്ചൺ അവിടെ ഒരു സ്റ്റോർ റൂം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് കിച്ചനാണ്. കിച്ചൻ്റെ നമ്മുടെ ബാക്ക് സൈഡായിട്ട് വരും. ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിണറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ കിണറുണ്ട്. വെള്ളം അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുണ്ട്. മുനിസിപ്പാലിറ്റി ചെയ്തിട്ട് വാട്ടർ കണക്ഷനും ഉണ്ടായിരിക്കും. പിന്നെ വെള്ളം ഒരിക്കലും പറ്റില്ല. എത്ര വേനയ്ക്കായാലും വെള്ളം പറ്റാത്തൊരു ഇതാണ് കേട്ടോ. ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോകാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതൊന്ന് ലൈക്ക് ചെയ്തോളൂ. ഇതിൻ്റെ നേരെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു ഹാളാണ് വരുന്നത് കേട്ടോ. ഹാള് 2 സൈഡിലേക്കും സ്പേസ് ഉണ്ട് കേട്ടോ. ഹാളിൽ ഗ്രാനൈറ്റാണ് കേട്ടോ. വീട് ഫുള്ള് ഗ്രാനൈറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഹാളിൽ നമുക്കൊരു ഓപ്പൺ വാഷ്റൂമുണ്ട്. ഇത് കണ്ടില്ലേ, ഓപ്പൺ വാഷ്റൂമുണ്ട്. ഓപ്പൺ മീൻസ് കോമൺ ആയിട്ടാണ്. പിന്നെ 2 ബെഡ്റൂംസ് മുകളിലുണ്ട് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്. കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. കണ്ടില്ലേ, അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമുകൾ. പിന്നെ സെക്കൻഡ് ബെഡ്റൂമാണ് വരുന്നുണ്ട്. അതും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിന് അറ്റാച്ച്ഡ് ഇല്ല. അതിനാണ് നമുക്ക് ഇവിടെ പുറത്ത് കോമൺ
ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ടെറസ് ഉണ്ട്. ഓക്കെ. അപ്പം പാർട്ടി ഇതിന് ഈ 12.5 സെൻറ്റ് സ്ഥലവും ഈ 2000 സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് കൂടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 85 ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയാണ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട്. അപ്പോൾ 85 ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. വിലയിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ. 2100 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വരണത് നമുക്ക്. 2000 അല്ല, 2100 സ്ക്വയർ ഫീറ്റ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ 12.5 സെൻറ്റ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഫുള്ള് ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് വീട്, നല്ല ഏരിയയിൽ VIP ഏരിയയാണ് കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ. താങ്ക് യു.